ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ പഞ്ചസാരയും ഓയിലും എടുക്കാതെ തന്നെ നല്ലൊരു ഓട്സ് കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ 1 കപ്പ് ഓട്സ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തിളപ്പിച്ച് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 1 മണിക്കൂർ ഇതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നല്ലപോലെ പഴുത്ത 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്ത് വെക്കാം. നമ്മൾ മധുരത്തിനായിട്ട് ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ഓട്സ് ഒക്കെ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു വിസ്ക് കൊണ്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പഴം ശർക്കര പൊടി മിക്സ് കൂടി ചേർത്ത് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഓട്സ് ബനാന കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി വെക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള പംകിൻ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരെ ഓവൻ സെറ്റപ്പിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നു. പഴയ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ഇതിൻ്റെ മീതെയായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് 40-45 മിനിറ്റിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 40 മിനിറ്റിൽ ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓട്സ് ബനാന കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ടുപോരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കൂടെ തന്നെ നമുക്ക് ബാക്കിലുള്ള ആ ബട്ടർ പേപ്പർ കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കും ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു കേക്ക് കൂടിയാണിത്. അതേപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ്. നമ്മൾ ഓയിലും പഞ്ചസാരയും ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഓട്സ് കൊണ്ട് ഉണ്ടാക്കിയെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ കേക്കിന്. അപ്പോൾ ഈ ഓട്സ് ബനാന കേക്ക് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.